സിവിൽ സ്റ്റിച്ചിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മിഡിയാണ്. മിഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീസ് കട്ട്, കലിക്കട്ട് എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൻ്റെ ഭാഗമാണ് ഈ കാണിക്കുന്നത്. 6 പീസാണ് ഫ്രണ്ടിലേക്ക് വരിക. 1 2 3 4 5 6 പീസ്. അപ്പോൾ താഴേക്ക് എന്ത് ചെയ്യും, നല്ല ഫ്ലെയർ ഉണ്ടാവുകയും ചെയ്യും. ഇവിടെ നമുക്ക് ഞൊറിവ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അമ്പർല കട്ടിങ്ങിൻ്റെ ആവശ്യമില്ല. ഇവിടെ നമ്മൾ അരവണ്ണം കറക്റ്റ് ആയിരിക്കും. താഴോട്ട് മാക്സിമം അത്യാവശ്യം നല്ല ഫ്ലെയറും കിട്ടും. കലിക്കട്ട് എന്നൊക്കെ പറയും, പീസ് ആയിട്ടുള്ള പീസ് കട്ട്. അപ്പോൾ അതിൻ്റെ കട്ടിങ്ങാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ അളവെടുത്തിട്ടുണ്ട് 25 ഇഞ്ച് ലെങ്ത്ത്, ഒരു 28 ഇഞ്ച് അരവണ്ണം. അരക്ക് പട്ടയാണ് വരിക ഫ്രണ്ടിൽ. അപ്പോൾ അതിൻ്റെ കട്ടിങ് അപ്പൊ നമ്മൾ ആദ്യം ഈ തുണി എത്ര ഉണ്ട് നോക്കുക. ഈ തുണിനെ നമ്മൾ നേരെ 6 പീസ് കിട്ടണമെന്ന്. അപ്പോൾ നമുക്കിവിടെ ഒരു ഡബിളായിട്ട് എടുക്കുക. അപ്പൊ 3 പീസ് എടുത്ത് 3 പീസ് പീസ് 3ആയിട്ട് മാറ്റി കൊടുക്കുക. 7 14 21. അപ്പൊ താഴ്ഭാഗം 7 ഇഞ്ച് ഫ്ലെയർ കിട്ടും. ഒരു 7 ഇഞ്ച് ഫ്ലെയർ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ അല്ലെങ്കിൽ നമുക്ക് മാക്സിമം ഫ്ലെയറിൽ തന്നെ കൊടുക്കാൻ പറ്റില്ല. ഇവിടെ നമ്മൾ ഒരു 8 ഇഞ്ചില് ഒരു 8 ഇഞ്ച് ഫ്ലെയർ താഴെ എടുത്തു. ഇനി നമ്മൾ മേലെ എന്ന് പറയുന്നത് നമുക്ക് ആ 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇനി നമ്മളിത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരവണ്ണം 28 പറയുമ്പോൾ നമുക്കിവിടെ 14 ഇഞ്ചാണ് ഫ്രണ്ട് കിട്ടുന്നത്. അപ്പൊ ഈ 14നെ 6 ആക്കുമ്പോൾ നമുക്ക് 3 പീസ് 3 2 6 3 9 4 12. അപ്പൊ 2 ഇഞ്ച് ഒരു പീസ് 2 പീസ് 4 3 പീസ് 6 4 പീസ് 8 1 പീസ് 12. അപ്പൊ 2.5 ഇഞ്ചിൽ വരും. 2.5 ഇഞ്ചാണ് നമുക്ക് പീസുകള്. അതായത് മേലെ ഭാഗം അരവണ്ണത്തിന്റെ വരും. താഴെ 8 ഇഞ്ച് നമുക്ക് നമ്മള് താഴെ മാർക്ക് ചെയ്ത 8നെ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ട് അതിന്റെ നേരെ സെന്റർ 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ അരവണ്ണം വേണ്ടത് നമുക്ക് ഒരു പീസ് നമുക്ക് കിട്ടേണ്ടത് 2.5 ഇഞ്ച്. അപ്പൊ 1 തുമ്പും കൂട്ടിയിട്ട് ഒരു 1.5 ഇഞ്ച് അങ്ങോട്ടും 1.5 ഇഞ്ച് ഇങ്ങോട്ടും 3 ഇഞ്ചില് ആണ് ഈ പീസ് നമുക്ക് തുമ്പടക്കം വേണ്ടത്. അപ്പൊ ഈ 3 ഇഞ്ചിന് നമ്മൾ ഷേപ്പ് സ്കെയിൽ എടുക്കുക. നേരെ ഒരു നമ്മളെ സീറ്റ് വരെ, അതായത് അരവണ്ണം തൊട്ട് സീറ്റ് വരെ എന്ന് പറയുമ്പോൾ ഒരു 5 ഇഞ്ച് 6 ഇഞ്ച് വരെ നല്ല ഷേപ്പായിട്ട് ഇങ്ങനെ ഷേപ്പ് സ്കെയിലായിട്ട് വരച്ചു കൊടുത്തിട്ട് അവിടുന്ന് താഴോട്ട് നമ്മൾ 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ 8 ഇഞ്ച് മാർക്കിലോട്ട് നല്ല ഷേപ്പായിട്ട് എടുക്കുക. ഇനി ഇവിടെയും അതുപോലെ തന്നെ ഷേപ്പ് സ്കെയിൽ എടുത്തിട്ട് ഒരു 6 ഇഞ്ച് 7 ഇഞ്ച് വരെ നമ്മളെ സീറ്റ് വരെ ഒന്ന് ഷേപ്പായി വന്നിട്ട് അവിടുന്ന് താഴോട്ട് അതിന്മേൽ ചെയ്ത പോലെ തന്നെ അത് ഫ്ലെയറായിട്ട് കൊടുക്കുക. അപ്പൊ അളവിലേക്ക് മനസ്സിലായി തോന്നുന്നു. താഴെ നമുക്ക് ഫ്ലെയർ വന്നിട്ടുണ്ടത് 8 ഇഞ്ച് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് 3 ഇഞ്ചാണ് തുമ്പടക്കം വേണ്ടതുള്ളൂ. അപ്പൊ അതിന് ആദ്യത്തെ മാർക്ക് നമ്മൾ വെട്ടാനുള്ള മാർക്ക് 8ലാണ് മാർക്ക് ചെയ്തത്. അതിലല്ല മാർക്ക് ചെയ്യേണ്ടത്. സീറ്റ് വരെ ഷേപ്പായിട്ട് അവിടുന്ന് അങ്ങോട്ട് ഇത് ഫ്ലെയറായിട്ട് ഇതാണ് മാർക്കിങ്. ഇത് മാർക്കിംഗ് അല്ല.